അവൻ എന്നോട് ഒരു കാര്യം ചോദിച്ചായിരുന്നു, എടി എനിക്ക് വെളിയിൽ ഇറങ്ങിയാൽ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ എന്നൊരു കാര്യം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ്, ആദ്യം ഞാൻ ഇങ്ങനെ കളിയാക്കുന്ന പോലെ ആ വീഡിയോക്കകത്തത് ക്ലിയർ, അത് ഭയങ്കര വൈറലായിട്ടുണ്ട് ആ വീഡിയോ, ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവനൊരു ഒറ്റ കാര്യം അവനോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. കാരണം നമുക്ക് അവനെ കുറിച്ച് പ്രൗഡ് ഓഫ്. ഇപ്പൊ ഫാമിലിയിൽ അനിയൻ എന്ന് പറയുമ്പോൾ പുറത്തുള്ള പെൺകുട്ടികളുടെ ഒരു ക്രഷ്, ഇപ്പൊ ചേച്ചി എന്ന് പറയുമ്പോൾ പുറത്തുള്ള ആമ്പിളേന്റെ ഒരു ക്രഷായി മാറിയിരിക്കുകയാണ്. ഇതൊരു ക്രഷ് ഫാമിലി ആയി മൊത്തത്തിൽ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും എത്ര വയസ്സായി? എനിക്കിപ്പോ 31. നിങ്ങൾക്കൊരു കാര്യം അറിയോ ഗൈസ്? അതല്ല, നമ്മുടെ നിങ്ങൾ ഈ ക്രഷ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ചേച്ചി മാരീഡ് ആണ്. ഇതൊരു അതെ 3 കുട്ടികളുടെ അമ്മയാണ്, ഒരു സന്തൂർ മമ്മി അല്ലേ? നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. ഹലോ ചേട്ടാ, നമസ്കാരം. എന്ത് തോന്നുന്നു, ഇപ്പൊ മൊത്തം മലയാളികളുടെ ഒരു ക്രഷായി മാറിയിരിക്കുകയാണ് വൈഫ്. സാധാരണ ആൾക്കാർക്ക് കുശുമ്പൊക്കെ തോന്നില്ലോ, എന്റെ വൈഫിന് ക്രഷ്, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇപ്പൊ ഒരു കുശുമ്പില്ല. എന്താ സത്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. അവിടെ ചെന്നിട്ട് തകർത്ത് വിളയാടിയില്ലേ, ഒറ്റപ്പെട്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ജിമ്മ് കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഒതുങ്ങി കൂടി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് വലിയൊരു ബ്രേക്ക് കഴിഞ്ഞ് ഇവിടെ ചെല്ലുമ്പോ ആൾക്കാർ സ്വീകരിച്ചു, ജനങ്ങൾ സ്വീകരിച്ചു. സന്തോഷമുള്ള കാര്യമാണ്. സന്തോഷാണ്. ആക്ച്വലി തോന്നുന്നു ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്കൊക്കെ ഒരു കുശുമ്പ് തോന്നും ചേട്ടന്റെ അടുത്ത്, ഇല്ലേ? എന്ത് തോന്നുന്നു? ചേച്ചിക്ക് വരുന്ന മെസ്സേജസ് ഒക്കെ കാണാറുണ്ടോ? കുറെ കാണാറുണ്ട്. എന്താ വരാറ്? അടിപൊളിയായിരുന്നു. പിന്നെ എന്താ പറയാ, ബിഗ് ബോസ് മെറ്റീരിയലാണ് ചേച്ചി, അടുത്ത വർഷം എന്തായാലും പോകണം. അങ്ങനെ കുറെ നല്ല നല്ല കാര്യങ്ങളായിട്ട് തന്നെ വരുന്നത്. നെഗറ്റിവിറ്റി ആയിട്ടൊന്നും വരുന്നില്ല. അതൊരു സന്തോഷം. പക്ഷെ എല്ലാവരും പറയുന്നുണ്ട് ചേച്ചി കാരണം എന്ന് പറയുന്നുണ്ട്, പർജുൻ കയറിണ്ട്. അളിയൻ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുണ്ടോ ബിഗ് ബോസിൽ പോകണമെന്ന്? എനിക്കോ? എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഒതുങ്ങി കൂടിയാ പോരെ. താല്പര്യമില്ല, ഒന്നാമത് സമയമില്ല. ഒന്നാമത്തെ കാര്യം ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കാണ് അല്ലേ? ഇതിന്റെ പ്രൊഡക്ഷൻ ഉണ്ട്, എനിക്ക് ജിമ്മിന്റെ എക്യുപ്മെന്റ്സ് പ്രൊഡക്ഷൻ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓൾമോസ്റ്റ് 70% എക്യുപ്മെന്റ്സ് നമ്മൾ തന്നെ. ഇപ്പൊ ചേട്ടന്റെ വീടാണെങ്കിൽ വയനാട്ടിലാണ്, ചേച്ചിയുടെ വീട് കോട്ടയത്താണ്. അപ്പൊ എങ്ങനെയാണ് ഈ കല്യാണം സംഭവിച്ചത്? നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ? അല്ല, ശരി പറഞ്ഞല്ലോ. ഫസ്റ്റ് ആയിട്ട് കണ്ടു, അതും കാണുന്നത് ജിമ്മിൽ വെച്ചിട്ടാ. ആ ജിമ്മിൽ വെച്ചിട്ടാ ഫസ്റ്റ്. ആ മീറ്റപ്പ് ആൾക്കാർ കേൾക്കട്ടെ. ജിമ്മിൽ വെച്ചപ്പോ ഞാൻ എന്റെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരിക. അത് എന്റെ ഒരു ബ്രദറിന്റെ ജിം തന്നെയായിരുന്നു. അങ്ങനെ വന്ന് അപ്പൊ ഒരു പെൺകുട്ടി സ്റ്റെപ്പിൽ ഇരിക്കുന്നു. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഓക്വേർഡായിട്ട് തോന്നി, കാരണം ഒറ്റയ്ക്ക് ഇരിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ എന്റെ ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ലേഡീസിന്റെ ടൈം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു കുട്ടി വെളിയിൽ വന്നിരിക്കുന്നുണ്ട്, അപ്പൊ നീ വേഗം വാ, ഞാൻ ഇറങ്ങാണ് എന്ന് പറഞ്ഞു. നീ ഒരു 5 മിനിറ്റ് അവിടെ നിൽക്കി, അവരൊന്ന് അകത്ത് കയറ്റി ഇരുത്തിക്കോളാൻ പറഞ്ഞു.